തളിപ്പറമ്പിൽ നിന്നും ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും മഞ്ഞപ്പിത്തം ബാധിക്കുമെന്ന രീതിയിൽ ഭീതിജനകമായ നവമാധ്യമ സന്ദേശങ്ങൾക്കെതിരെ തളിപ്പറമ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ രംഗത്ത്. വ്യാപാര മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് മഞ്ഞപ്പിത്തത്തിന്റെ പേരിൽ നടത്തുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. തളിപ്പറമ്പിൽ നിരവധി പേർക്ക് മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചതിന്റെ പേരിൽ മുനിസിപ്പാലിറ്റിയും ആരോഗ്യവകുപ്പും കർശനമായ പരിശോധനകൾ നടത്തുകയും തുടർന്ന് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ്. ഇതിന്റെ ഫലമായി രോഗം നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. എന്നാൽ ഇത് മുതലെടുത്ത് തളിപ്പറമ്പിലെ വ്യാപാരികളുടെ ജീവിതം തകർക്കുന്ന വിധത്തിൽ നഗരത്തിലേക്ക് ആളുകൾ വരാതിരിക്കാൻ മനഃപൂർവ്വം ചിലർ പ്രചാരണം നടത്തുകയാണെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ.എസ്. റിയാസ് ആരോപിച്ചു. തളിപ്പറമ്പ് നഗരത്തിൽ വന്നുപോകുന്നതിനും വ്യാപാര സേവനങ്ങൾക്കും ഇതേവരെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നിലവിലില്ല. കാലാവസ്ഥയിൽ വ്യതിയാനങ്ങളുണ്ടാവുമ്പോൾ സ്വാഭാവികമായി എല്ലാ കാലത്തും അനുഭവപ്പെടുന്ന പ്രശ്നം മാത്രമാണ് നിലവിലുണ്ടായത്. അത് പർവ്വതീകരിച്ചു കാണിച്ച് ഒരു സ്ഥാപനം അടച്ചുപൂട്ടാൻ അധികൃതർ നിർദ്ദേശം നൽകി എന്ന തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ്. ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾ തുടരുകയാണെങ്കിൽ നിയമ നടപടികളുമായി അസോസിയേഷൻ മുന്നിട്ടിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. തളിപ്പറമ്പ് പട്ടണത്തിൽ നിന്നും വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കുക, തളിപ്പറമ്പിലേക്കുള്ള യാത്ര ചുരുക്കുക എന്ന രീതിയിൽ വളരെ മോശമായ രീതിയിലുള്ള നവമാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദരേഖകളും വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ തളിപ്പറമ്പിൽ നിന്നുള്ള മഴക്കാല സമയങ്ങളിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ജില്ലയിൽ പലയിടത്തും മഞ്ഞപ്പിത്ത രോഗബാധ കണ്ടെത്തുകയും ഇങ്ങനെയുള്ള നിഗൂഢ സംഘങ്ങൾ കഴിഞ്ഞ കൊറോണ കാലത്തും ഇതുപോലെയുള്ള സൈബർ ആക്രമണം നടത്തിയിരുന്നു. അതുകൊണ്ട് ആരും ഇതിൽ വഞ്ചിതരാവരുത്. തളിപ്പറമ്പിലേക്ക് കടന്നു വന്ന് തളിപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങളും അതുപോലെ തന്നെ വ്യാപാരങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങൾ തീർക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.